മുൻപ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് മനു ഭരത്താണ് ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി ചേരുന്നത്. മനു, ഏറ്റവും ഒടുവിൽ കപ്പൽ തകർത്തു എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. അതേസമയം ഇറാൻ അമേരിക്കയുടെ കോൺസുലേറ്റുകളെ അടക്കം ലോകരാജ്യങ്ങളെ ഒന്നാകെ വിറപ്പിക്കുന്ന തരത്തിലുള്ള ആക്രമണം അഴിച്ചുവിടുന്നു എന്ന വിവരവും ഇപ്പോൾ പുറത്തു വരികയാണല്ലോ. അഭിലാഷ്, കപ്പലിൻ്റെ വിവരങ്ങൾ ആദ്യം നൽകുകയാണെങ്കിൽ 87 പേർ കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങൾ ലഭിക്കുന്നു. അതിൽ 87 പേരുടെ മൃതശരീരങ്ങളാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. കൂടുതൽ ആളുകൾ മരിച്ചിട്ടുണ്ടാകാം എന്ന ഒരു ആശങ്ക നിലനിൽക്കുന്നു. സ്വാഭാവികമായും രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം സമാനമായ ഒരു ആക്രമണം സഞ്ചരിക്കുന്ന ഒരു കപ്പലിന് നേരെ ഉണ്ടായതായി അറിവില്ല എന്നാണ് അമേരിക്കൻ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. പീറ്റ് ഹെഗ്സെത്ത് നേരത്തെ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം വ്യക്തമാക്കിയ ഒരു കാര്യം, ഡൊണാൾഡ് ട്രംപിനെ വകവരുത്താൻ ഇറാൻ തയ്യാറായിരുന്നു. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇത്തരം ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. സ്വാഭാവികമായും തെറ്റായ വാർത്തകൾ പലതും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ അവിടെ നിന്നുള്ള ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതേസമയം അതിനൊക്കെ അപ്പുറത്തേക്ക് മറ്റു ചില ആഗോളതലത്തിലുള്ള ഈ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഒന്ന്, സാമ്പത്തിക പ്രതിസന്ധി പല രാജ്യങ്ങളെയും പിടിച്ച് കുലുക്കിയേക്കുമെന്ന ആശങ്കയുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റുകൾ ഇടിയുന്നു. കൊറിയയിലൊക്കെ ചരിത്രത്തിൽ ഏറ്റവും ഈ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിലൊക്കെ ഏറ്റവും താഴെത്തട്ടിലേക്ക് അവിടുത്തെ ഓഹരി വിപണി വീഴുന്നു. പലയിടങ്ങളിലും ഈ ഓഹരി വിപണിയുടെ ക്രമാതീതമായ വീഴ്ച തടയാൻ നിർത്തിവെക്കൽ നടപടി വരെ എടുക്കേണ്ട ചില സാഹചര്യങ്ങൾ ഒക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ആകെ ഒരു പ്രത്യാശയുടെ ഒരു നേരിയ കിരണം വരുന്നത് ചൈനയിൽ നിന്നാണ്. ചൈന ഒരു പ്രത്യേക ദൂതനെ ഈ മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അയക്കും എന്ന് വ്യക്തമാവുകയാണ്. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി ഇത് സംബന്ധിച്ച് ചില പ്രസ്താവനകൾ നടത്തുന്നുണ്ട്. ഒരു പ്രത്യേക ദൂതനെ മിഡിൽ ഈസ്റ്റിലേക്ക് അയച്ച് സമാധാന ശ്രമങ്ങൾക്കായി മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ അതിൻ്റെ നേതാക്കളുമായ രാഷ്ട്രത്തലവന്മാരുമൊക്കെയായി സംസാരിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും ഈ യുദ്ധം നീളും എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് അമേരിക്ക കൂടുതൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്നു എന്ന കാര്യത്തിലും തർക്കമില്ല. പക്ഷേ ഈ ചൈനീസ് ഇടപെടൽ ഒരുപക്ഷെ ചെറിയ തോതിൽ ഇതിൻ്റെ തീവ്രത കുറയ്ക്കുന്നതിന് സഹായിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതിനിടയിൽ തുർക്കിയിലേക്ക് ഒരു മിസൈൽ പോയത് അവർ അതീവ ഗൗരവത്തോടെ എടുക്കുന്നു. ഇറാനിയൻ ദൂതന്മാരെ അങ്ങോട്ടേക്ക് ഡിപ്ലോമാറ്റുകളെ തുർക്കി വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ബാലിസ്റ്റിക് മിസൈൽ പോകാനുണ്ടായ സാഹചര്യമെന്ന് ഈ തുർക്കി എയർ സ്പേസിന് മുകളിലൂടെ ഒരു ബാലിസ്റ്റിക് മിസൈൽ ഇറാനിൻ്റെ ഇങ്ങനെ പോകാനുള്ള സാഹചര്യമെന്ത് എന്ന് അവർ ആരായുന്നു. നാറ്റോ ഈ മിസൈൽ നിർവീര്യമാക്കുന്നതിൽ സുപ്രധാനമായ പങ്ക് വഹിച്ചു. അപ്പോൾ തുർക്കി ഇത് ഒരു സവിശേഷമായ ഒരു സാഹചര്യമായി ഉയർത്തിക്കാണിക്കുകയാണ്. ഏതായാലും ഈ വാങ് യിയുടെ ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. സൗദിയുടെ വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ ബിൻ അബ്ദുള്ള ഈ ഒരു ചൈനയുമായുള്ള ഈ സംഭാഷണത്തിൽ ആദ്യം അദ്ദേഹവുമായിട്ടായിരിക്കും സംഭാഷണം നടക്കുക എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും UAE ഫോറിൻ മിനിസ്റ്ററും ചോദിക്കുന്നത് ഈ ചൈനയുടെ ചില നിർദ്ദേശങ്ങൾ വരുമ്പോൾ അത് പരിഗണിക്കാം എന്നൊരു വാക്ക് അവിടെ നിന്ന് വരുന്നു. അങ്ങനെയെങ്കിൽ മധ്യേഷ്യയിലെ രാജ്യങ്ങൾ ചൈനയുമായി ഈ സമാധാന ദൗത്യത്തിൽ കൂടുതൽ സഹായിക്കുമോ എന്ന, അല്ലെങ്കിൽ അതുമായി ഒത്തുചേരുമോ എന്ന ഒരു പ്രതീക്ഷയ്ക്കൊക്കെ അത് വഴി നൽകുകയാണ്. പക്ഷേ അത് എന്തെങ്കിലും അതിൽ ഒന്ന് കോൺക്രീറ്റായി പറയാനുള്ളൊരു സാഹചര്യം എത്തിയിട്ടില്ല. ഏതായാലും ഇസ്രായേൽ ഇപ്പോൾ വ്യക്തമാക്കുന്നത് 5000-ഓളം മ്യൂണിഷൻസാണ് ഇന്ന് ഇറാനിലേക്ക് വിക്ഷേപിച്ചത് എന്ന് പറയുന്നു. അവരുടെ എക്സിലെ പോസ്റ്റാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. അവിടെ എയർ സുപ്പീരിയോറിറ്റി തങ്ങൾക്ക് തന്നെ എന്ന് തെളിയിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇറാൻ്റെ വ്യോമപാതയിൽ അല്ലെങ്കിൽ വ്യോമ അതിർത്തി മുഴുവൻ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കുന്ന തരത്തിലേക്ക് ശക്തമായ ഒരു ആക്രമണം അഴിച്ചുവിടാൻ കഴിഞ്ഞു എന്നവർ പറയുന്നു. തെഹ്റാനിലേക്ക് ശക്തമായ ആക്രമണം നടത്താൻ കഴിഞ്ഞുവെന്ന് അവർ പറയുന്നു. സ്വാഭാവികമായും ഇത് ഏത് തരത്തിലേക്ക് ഇനി യുദ്ധം നീളുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അഭിലാഷ്, യെസ്, അതാണ് എല്ലാവരുടെയും കണ്ണുകൾ. ഇനി ഏത് നിലയിലാണ് ഈ യുദ്ധം മുന്നോട്ട് പോകുന്നത്? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.